Good morning. Good morning, my friends. Welcome to Agila Shivan YouTube channel. Okay. പിന്നെ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് എല്ലാവർക്കും വെൽക്കം. രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ മാറി. ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഓഫ് കോഴ്സ് എൻ്റെ അടുക്കളയിൽ ഞാൻ പാൽച്ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ദോശ ഇഡ്ഡലി ചൂടുന്നുണ്ട്. അതിനുശേഷം ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കും. ചിലപ്പോൾ എനിക്ക് മൂടുണ്ടെങ്കിൽ അന്നത്തെ പോലത്തെ ചിലപ്പോൾ തട്ടിക്കുട്ടി സാമ്പാർ ഉണ്ടാക്കും. ചാൻസ് ഇല്ല, ചമ്മന്തി ആയിരിക്കും ഉണ്ടാക്കുള്ളൂ. തേങ്ങാ ചമ്മന്തിയും പിന്നെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, ഒരു ഉള്ളി അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുഞ്ഞുള്ളി സവാള അരിഞ്ഞിട്ടിട്ട് അത് നല്ല ടേസ്റ്റാണ്. വിനാഗിരിയൊക്കെ വെച്ചിട്ട് ഞാൻ അതും കാണിച്ചു തരാം. ഇന്ന് അതായിരിക്കും നിങ്ങൾ കാണാൻ പോകണം. ഓക്കെ. ഓഫ് കോഴ്സ് പാത്രങ്ങൾ കുറേ ഉണ്ടാവും. കണ്ടു ഗൈസ്, ഞാൻ ക്ലിയർ ചെയ്തു. കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ ചായ ചെയ്യാൻ പോവാണ്. എൻ്റെ ചേട്ടൻ ഗുപ്തൻ്റെ അമ്മാവൻ എന്നായിട്ടാണ് തിളച്ച ചായ തന്നെ വേണം. ഞാൻ പാത്രം കഴിയുന്ന സമയം കൊണ്ട് അത് തണുത്തെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതിന് മുമ്പ് ഞാൻ വേഗം കൊടുക്കും. ചായ കൊടുക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇഡ്ഡലിയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് ഓൾറെഡി ഉണ്ട്. നമ്മളെ ഇഡ്ഡലി പാത്രം റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കാണ്. മിണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിലൊഴിക്കാൻ പോവാണ്. ഓക്കെ. ചെയ്യേണ്ടത് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ആദ്യം ഒന്ന് പറിച്ചു കളയാം. അത് വൃത്തിയാക്കണം. കാരണം കടയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. നമ്മൾ അതൊക്കെ ആദ്യം ഒന്ന് കളയാം. പിന്നെ ഉണ്ടോ, ഇതൊന്ന് കഴുകുക. ഇത് കഴുകി കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാവരും കഴുകണേ കാണാറുണ്ട്. അപ്പോൾ തേങ്ങ പൊട്ടിക്ക് അറിയാത്തവർക്ക് നമ്മൾ വാക്കത്തി എടുക്കുക. നീക്കി പിടിച്ചോ. ആദ്യം നമ്മൾ ഇങ്ങനെ നോക്കാം. രണ്ട് മൂന്ന് പൊട്ടിക്കൽ പൊട്ടാം. കാറ്റൊക്കെ ഓക്കെ. അയ്യോ, വെള്ളം ഇതിൻ്റെ വെള്ളം ഇത്രമേ പോയി. വെള്ളം എടുക്കണേ. നല്ല വെള്ളം ഉണ്ട്. ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ ഇത് കുടിക്കാൻ നല്ലതാണ്. തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, ലേശം ഉപ്പും കൂടെ നമുക്ക് ഇടാം. എന്നിട്ട് ഇത് അരച്ചെടുക്കാം. എന്നാണ് നമ്മുടെ ചമ്മന്തി. ഇതേ കറി റെഡി ആയിട്ടുണ്ട്. അതായത് എണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, കറിവേപ്പില ഇടുന്നു, ആ അരച്ചത് ഇടുന്നു. ഇത്രേ ഉള്ളൂ സംഭവം. ഇഡ്ഡലി ഫ്ലോപ്പായി ഗൈസ്. അത് കാരണം ദോശ ചുട്ട് കഴിക്കാണ്. പിന്നെ എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ മാവൊന്നുമല്ല, കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ചമ്മന്തി ഞാനാണ് ഉണ്ടാക്കിയത്. ചുമ്മാ നമ്മളെ സവാള കുരുവില അരിഞ്ഞ് വിനാഗിരി ഉപ്പും മുളകും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ തുണി ഇടാൻ പോവുകയാണ്. തുണി നിങ്ങൾക്കൊക്കെ മഴയും വെയിലൊക്കെ ഉണ്ടോ? ഓക്കെ, ഇതാണ് എൻ്റെ അഴ. തുണിയിട്ട് കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥലം. പുറകുവശത്ത് അത്യാവശ്യം മരങ്ങളൊക്കെയാണ്. മാവുണ്ട്.